നമസ്കാരം. IAS ചേരിപ്പോര് ശക്തമാകുമ്പോൾ കെ ഗോപാലകൃഷ്ണനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകും കൂടുതൽ വെട്ടിലേക്ക്. നേരത്തെ മുസ്ലിം IASകാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ശേഷം പോലീസിൽ പരാതി നൽകി അതിനുശേഷം തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചതിൽ ഗോപാലകൃഷ്ണന്റെ പങ്ക് വ്യക്തമാണ്. ഇത് സംബന്ധിച്ച പോലീസ് റിപ്പോർട്ടും ഗോപാലകൃഷ്ണനെതിരെ വന്നു. എന്നിട്ടും ഉദ്യോഗസ്ഥ തലത്തിലെ സ്വാധീനം ഉപയോഗിച്ച് കടുത്ത നടപടികളിൽ നിന്ന് തടിയൂരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇതിനിടയിലാണ് ഗോപാലകൃഷ്ണൻ സർക്കാർ ഫയലിൽ കൃത്രിമം കാണിച്ചെന്ന തെളിവുകളും പുറത്തു വന്നത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ രൂപീകരിച്ച കേരള എംപവർമെന്റ് സൊസൈറ്റി ഉന്നതിയിലെ ഫയലുകളിൽ കൃത്രിമം കാട്ടിയതിന്റെ തെളിവുകളാണ് പുറത്തു വന്നത്. ഫയൽ തിരിമറിയിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനും പങ്കുണ്ട്. ഇതോടെ ഇരുവരും വിഷയത്തിൽ പ്രതിരോധത്തിലായി. ഉന്നതിയിലെ ഫയലുകൾ N പ്രശാന്ത് IAS കൈമാറിയില്ലെന്ന വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഫയലുകളിൽ തിരിമറി നടത്തിയത്. ഫയലുകൾ കൃത്യമായി കൈമാറിയെന്ന് സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ ഫയൽ ആക്കിയതിൽ ജയതിലകിന്റെ ഓഫീസിൽ കൃത്രിമം നടത്തുകയായിരുന്നു. ജൂണിലും ജൂലൈയിലും ഫയലുകൾ കിട്ടി. ഫയൽ വിവരങ്ങൾ മാസങ്ങളോളമാണ് മറച്ചുവെച്ചത്. ഓഗസ്റ്റിലാണ് ഫയലുകൾ ഈ ഓഫീസിൽ അപ്ലോഡ് ചെയ്തത്. ഒരേ ദിവസം ഒരേ സമയം ഫയലുകൾ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. ഫയൽ കിട്ടിയാൽ 2 ദിവസത്തിനകം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതാണ് ജയതിലകും ഗോപാലകൃഷ്ണനും ഒത്തുകളിച്ച് അട്ടിമറിച്ചത്. ഉന്നതിയിലെ ഫയലുകൾ N പ്രശാന്ത് IAS കൈമാറിയില്ലെന്ന കെ ഗോപാലകൃഷ്ണൻ IASന്റെ 2 കത്തുകളിലാണ് ദുരൂഹതയും അട്ടിമറിയും തെളിയുന്നത്. 6-ാം മാസവും 7-ാം മാസവും തയ്യാറാക്കിയതായി തീയതിയിട്ടിരിക്കുന്ന 2 കത്തുകളും ഓഫീസ് ഫയലിൽ അപ്ലോഡ് ചെയ്ത് 8-ാം മാസം എന്ന രേഖകൾ ലഭിച്ചു കഴിഞ്ഞു. ഈ 2 ദുരൂഹ കത്തുകളും അപ്ലോഡ് ചെയ്തത് ഡോക്ടർ ജയതിലകിന്റെ ഓഫീസിൽ നിന്നായിരുന്നു. ഡോക്ടർ ജയതിലക് ധനകാര്യ വകുപ്പിലേക്ക് സ്ഥലം മാറുന്നതിന്റെ 2 ആഴ്ച മുമ്പായിരുന്നു ഇത്. ഇതെല്ലാം ആസൂത്രിത ഗൂഢാലോചനയ്ക്കും ക്രമക്കേടിനും തെളിവായി തന്നെ മാറുകയാണ്. 2 വ്യത്യസ്ത മാസങ്ങളിൽ അയച്ചു എന്ന് പറയപ്പെടുന്ന 2 കത്തുകളും ഒരേ ദിവസം ഒരേ സമയം അപ്ലോഡ് ചെയ്തതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഈ കത്തുകൾ വെച്ചായിരുന്നു ഉന്നതിയിലെ ഫയലുകൾ N പ്രശാന്ത് കൈമാറിയില്ലെന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത്. N പ്രശാന്തിനെ കുടുക്കാൻ ഗോപാലകൃഷ്ണൻ IASും ജയതിലക് IASും ഒത്തുകളി നടത്തിയോ എന്ന സംശയമാണ് ഇതോടെ ഉയരുന്നത്. കത്തയച്ച തീയതിയിൽ ഈ ഓഫീസ് ഫയലിൽ കത്തില്ല. 2 കത്തിലും ഫയൽ നമ്പറും കത്ത് നമ്പറും ഇല്ല എന്നതും സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. 8-ാം മാസമാണ് 2 കത്തും ഈ ഓഫീസ് ഫയലിലെത്തിയത്. കത്ത് അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത് SC ഡയറക്ടറുടെ ഓഫീസിൽ നിന്നായിരുന്നു. എന്നാൽ കത്ത് അപ്ലോഡ് ചെയ്തത് ഡോക്ടർ ജയതിലകിന്റെ ഓഫീസിൽ നിന്നാണ്. ഇതേ ഗോപാലകൃഷ്ണൻ തന്നെയായിരുന്നു മല്ലു ഹിന്ദു IAS വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഫോൺ ഹാക്ക് ചെയ്തെന്ന് പോലീസിൽ വ്യാജ പരാതി നൽകിയത്. ഗോപാലകൃഷ്ണൻ IASന്റെ പരാതി വ്യാജമാണെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. വ്യാജ പരാതികൾ നൽകുന്നത് പതിവാക്കിയ ഉദ്യോഗസ്ഥനാണ് ഗോപാലകൃഷ്ണൻ എന്ന ആക്ഷേപമാണ് ഇതോടെ ശക്തമാകുന്നത്. പ്രശാന്തിനെ കുടുക്കാൻ വ്യാജ സർക്കാർ ഉത്തരവുണ്ടാക്കിയതിന്റെ പേരിലും 2 IAS ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കേണ്ടി വരുമോ എന്നാണ് ഇനി അറിയേണ്ട കാര്യം.